എനിക്ക് സെബാസ്റ്റ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സെബാസ്റ്റ്യനായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തത് കാക്കനാട്ടുകാലയിൽ അപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കാണ് കെട്ടിച്ചു കൊടുത്തത്. ഒരു 3-4 പോലീസുകാർ വട്ടത്തിൽ ഇരുന്ന് ഞങ്ങളോട് പറയുന്നു, ഈ പരാതി പിൻവലിച്ചെന്നും പറഞ്ഞ് എഴുതന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളിപ്പോൾ തന്നതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ പിൻവലിച്ചു? അപ്പോൾ ഇവർ ഞങ്ങളോട് ചൂടായച്ച് പറയുന്നു, നിങ്ങൾ എഴുതി തരാൻ പറ്റൂല എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് എന്തോ ദുരുഗതയുണ്ട്. ആ ദുരുഗത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അത് ആ ദുരുഗതയൊന്നും നമുക്കിതുവരെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ശ്രീ സാവിയോ മാണി, ജയനമ്മയുടെ തിരോധാനം ഉണ്ടാവുന്നു. ആ കേസ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും എന്തെങ്കിലും ഒരു തുമ്പ് അവശേഷിപ്പിക്കുന്നത് എന്ന നിലയ്ക്കുള്ളത്. ഏറ്റവും ഈ സംശയിക്കുന്ന കേസുകളിൽ ഏറ്റവും അവസാനത്തേതായി സംഭവിച്ചതാണ് 2024. ആ കേസുകളിലേക്ക് നീളുന്ന ചില തെളിവുകൾ മാത്രമാണ് നിലവിൽ സെബാസ്റ്റ്യനെ ചുറ്റിപ്പറ്റിയുള്ളത്. എങ്ങനെയാണ് ഈ തിരോധാനം ഉണ്ടാകുന്നത്, അത് സംഭവിക്കുന്നതും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമൊക്കെ എങ്ങനെയാണ്? അതിനെപ്പറ്റി എനിക്കൊന്നും പറയാറായിട്ടില്ല. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. അതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാറുള്ള ഇതായിട്ടില്ല. അത് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവരന്വേഷിച്ച് അതിൻ്റെ ചുരുൾ എന്നാണ് അവരഴിക്കണം. കേസിന്റെ അന്വേഷണത്തെക്കുറിച്ചോ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചോ അങ്ങ് പറയേണ്ടതില്ല. എപ്പോഴാണ് ഈ സഹോദരിയെ കാണാനില്ല എന്നൊരു കാര്യം, അതിനുശേഷവും ഫോണിൽ നിന്നുള്ള മെസ്സേജുകളൊക്കെ വന്നിരുന്നു എന്നൊക്കെ വാർത്തകളിൽ കണ്ടു. ആ സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? അത് 2024 ഡിസംബർ 23 തീയതി പെങ്ങള് എന്നെ 7:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. 7:30 കഴിഞ്ഞ് പിന്നെ ഈ എന്നോട് ഇവിടെ 24 തീയതി വരുമെന്നും പറഞ്ഞ് ഇവിടുന്ന് 13 തീയതി ഇവിടെ വന്നതാണ്. 13 തീയതി ഇവിടെ എൻ്റെ ഇടവപ്പള്ളി പെരുന്നാളിൽ വന്നതാണ്. 13, 14, 15, 16, 17 തീയതി ഞാൻ അവളെ ബസ് കയറ്റി വിട്ടു കഴിഞ്ഞേച്ച് എന്നോട് പറഞ്ഞു 24 തീയതി വരുമെന്നും പറഞ്ഞാൽ പോയത്. അപ്പോൾ 23 തീയതി ഇവളെന്നെ വിളിക്കുന്നു. 7:30 ആയപ്പോൾ വിളിക്കുന്നു. എൻ്റെ ചേച്ചീനെ 5:30 ആയപ്പോൾ വിളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വിളി വരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടും മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. അപ്പം ഞങ്ങൾ 25, 26, 27 വരെ നോക്കി, അതൊക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ 28 തീയതി ഞങ്ങൾ കൊണ്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുന്നു. അപ്പം അവിടെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ CI സാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ CI സാർ പറഞ്ഞു, ഈ ജയനമ്മയുടെ ഭർത്താവിൻ്റെ വീട് അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ പറയുന്നു. അപ്പം ഞങ്ങളുമായിട്ട് ഒരു വണ്ടി പോലീസുകാരുമായിട്ട് അവിടെ പോകുന്നു. അവിടെ ചെന്ന് അന്വേഷിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ വീട്ടുകാർ, അവരുടെ കുടുംബക്കാരൊക്കെ കുറേ പേരുണ്ടായിരുന്നു. അവർ പോലീസുകാരോടൊക്കെ കുറേ ചൂടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീട്ടിലേക്ക് പോയി. പോലീസുകാർ അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റേഷനിലേക്ക് പൊക്കോളാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോരുന്നു. സ്റ്റേഷനിൽ ഞാനും എൻ്റെ പെങ്ങളുമാണ്, ഞങ്ങൾ മൂത്ത സഹോദരിയാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വരുന്നു. സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയുന്നു, 2 ദിവസത്തിനുള്ളിൽ ജയനമ്മേനെ ഞങ്ങൾ കൊണ്ടുവന്ന് തരും, അപ്പം നിങ്ങൾ കൊണ്ടുപോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പെങ്ങളാണ്, എനിക്ക് നിങ്ങൾ പോലീസുകാർ പറഞ്ഞു, ഏറ്റുമാനൂർ പോലീസുകാർ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പെങ്ങളല്ലേ, ഞാൻ കൊണ്ടുപോക്കോളാം, ഒരു കുഴപ്പമില്ല, കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വെച്ചിട്ട് എന്നാൽ ശരി നിങ്ങൾ പൊക്കോളാൻ പറയുന്നു. ഞങ്ങൾ തിരിച്ച് പോരുന്നു. ഞങ്ങൾ കട്ടച്ചിറ ഭാഗം വരെ എത്തിയുള്ളൂ. അപ്പോഴത്തേക്കും ഒരു കോൾ വരുന്നു. അപ്പം ഞാൻ നിർത്തി വെച്ചിട്ട് കോൾ എടുക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നു, സാറ് വിളിക്കുന്നുണ്ട്, നിങ്ങളോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ സാറ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നേരെ തിരിച്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3-4 പോലീസുകാർ വട്ടത്തിൽ ഇരുന്ന് ഞങ്ങളോട് പറയുന്നു, ഈ പരാതി പിൻവലിച്ചെന്നും പറഞ്ഞ് എഴുതന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളിപ്പോൾ തന്നതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ പിൻവലിച്ചു? അപ്പോൾ ഇവർ ഞങ്ങളോട് ചൂടായച്ച് പറയുന്നു, നിങ്ങൾ എഴുതി തരാൻ പറ്റൂല എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ എഴുതി പരാതിയില്ല എന്നും പറഞ്ഞ് എഴുതി കൊടുക്കുന്നു. എന്നേരോ പറയുന്നു, 2 ദിവസത്തിനുള്ളിൽ പെങ്ങളെ ജയനമ്മനെ നിങ്ങൾക്ക് എത്തിച്ചു തരും, നിങ്ങൾ കൊണ്ടുപോക്കണം എന്ന് പറയുന്നു. ശരി സാറേ, ഓക്കെ, എൻ്റെ ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞു, നിങ്ങൾ എത്തിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വെച്ചിട്ട് ഈ 2 ദിവസം കഴിഞ്ഞിട്ടും ഒരു ഇതും കാണാത്ത കാരണം ഞാൻ നേരെ SP ഓഫീസിൽ കൊണ്ടുപോയി SP സാറിന് കേസ് കൊടുക്കുന്നു കോട്ടയത്ത്. അവിടെ നിന്നും ഒരു ഇതും വരാത്ത കാരണം പിന്നെ കളക്ടറിന് കൊടുക്കുന്നു. കളക്ടർ കഴിഞ്ഞ് വെച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, പിന്നെ വനിതാ കമ്മീഷണർക്ക് കൊടുക്കുന്നു, പിന്നെ എല്ലാ വകുപ്പിലും എല്ലാ സെക്ഷനിലും DGPക്ക് കൊടുക്കുന്നു, DSPക്ക് കൊടുക്കുന്നു,
ഈ പിന്നെ സർക്കാരിൽ എവിടെയെല്ലാം കൊടുക്കുക അവിടെയെല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ വേറെ എക്സ്ട്രാ വിളിച്ച് പറയിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു ഇതും വരുന്നില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനുവരിയിൽ ആദ്യം ഒരു പ്രാവശ്യം എൻ്റെ ചേച്ചിയുടെ മൊബൈലിലേക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ ജയനിമ്മയുടെ കോളായിരുന്നു വരുന്നത്. അപ്പം ഞാൻ ചെന്നേച്ചിട്ട് ഏറ്റുമാരി എന്ന് പറയുന്നു, സാറേ ഇന്നലെ എൻ്റെ ചേച്ചിയുടെ മൊബൈലിലേക്ക് കോള് വന്നിട്ടുണ്ട്. അപ്പം അവരന്വേഷിക്കാമെന്നും പറഞ്ഞ് അവർ സൈബർ സെല്ലിനെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറയുന്നുണ്ട് പള്ളിപ്പുറം ഭാഗത്താണ് കോള് ടവർ കിട്ടിയിരിക്കുന്നതെന്ന്, ചേർത്തല പള്ളിപ്പുറം. അത് കഴിഞ്ഞു അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെയും ഞാൻ പോകുന്നു, പിന്നെ ഇങ്ങനെ ചെന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, അന്വേഷിക്കുന്നു. അന്നേരം ഒന്നും ഒരു എത്തുംപിടിയില്ല. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വരുന്നു, വീണ്ടും ഒരു ജനുവരി തന്നെ ഒരു കോളും കൂടെ വരുന്നു. ആ കോളും ഇതുപോലെ ഞാൻ ചെന്ന് പറഞ്ഞു കഴിയുമ്പം അവരന്വേഷിക്കുന്നുണ്ട്, പള്ളിപ്പുറത്താണെന്ന് എന്നോട് പറയുന്നുമുണ്ട്. പിന്നെ ഫെബ്രുവരിയിൽ വീണ്ടും ഒരു കോളും കൂടെ വരുന്നുണ്ട്, ജനുമയുടെ തന്നെ ഒരു കോളും കൂടെ വരുന്നുണ്ട്. അപ്പോഴും ഞാൻ ചെന്നു. അപ്പോൾ ചെന്നപ്പം എന്നോട് പറഞ്ഞു ആൻസിയാണ്, എൻ്റെ ചേച്ചിയുടെ പേര് ആൻസി എന്നാണ്, ആൻസി എന്നെ വന്നെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ആൻസിയെ വിളിച്ചു. ആൻസി വന്നു, മൊബൈലിൽ നിന്നുള്ള ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴും അവർ പറയുന്നു ഈ പള്ളിപ്പുറം ഭാഗത്തു നിന്നാണ് ഈ ടവർ കിട്ടുന്നതെന്ന് പറയുന്നു. പിന്നെ നമുക്ക് ഞാനിങ്ങനെ ചെല്ലുന്നു, ഇവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു, ഒരു ആലപ്പുഴ എല്ലാം അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അന്വേഷണമെല്ലാം നമുക്ക് അതിൽ നിന്നൊന്നും ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഇതിൻ്റെ ശേഷമാണ് നമ്മൾ എറണാകുളത്ത് കോടതിയിൽ കൊണ്ടുപോയി, ഹൈക്കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്. സാവ്യമാണ്, എന്തിനാണ് പോലീസുകാർ ഈ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? അതും നിങ്ങൾ കേസ് കൊടുത്ത് അവിടെ നിന്ന് പോയി ആ സമയത്ത് നിങ്ങളോട് 2 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചു തരും എന്ന നിലയ്ക്ക് സംസാരിച്ചതിന് ശേഷം തിരികെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്തിനായിരിക്കും? പിന്നീട് ഈ കാലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുകയുണ്ടായോ? അത് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് എന്തോ ദുരുഗതയുണ്ട്. ആ ദുരുഗത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തിരിച്ച് വിളിച്ചിരിക്കുന്നത്. ആ ദുരുഗതയൊന്നും നമുക്ക് ഇതുവരെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഒന്നും എന്തോ ദുരുഗതയായിരിക്കാം. പിന്നീട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോഴോ കോടതിയിൽ പോയപ്പോഴോ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ പോലീസുകാർ ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി നിങ്ങൾ ഉന്നയിക്കുന്നത് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഉണ്ട് എല്ലായിടത്തും. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് SP സാറിന് കൊടുക്കുന്നു, പിന്നെ കളക്ടറിന് കൊടുക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ അകത്തെല്ലാം ഈ പരാതി പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് പിൻവലിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് പരാതി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, കോടതിയിലും കൊടുത്തു. അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ വകുപ്പ് തലത്തിൽ? നമുക്കിതുവരെ നമ്മളെ ആരും വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. നമ്മളെ ആകെ മൊത്തം കോടതി കൊടുത്തു. നമ്മളോട് അന്വേഷിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അല്ലാതെ ഈ ഇതിൻ്റെ കാര്യത്തെപ്പറ്റി അവൾ എവിടെയാണെന്നോ അങ്ങനെയാണെന്നോ അതൊന്നും പറയാനായിട്ടൊന്നും വിളിച്ചിട്ടില്ല. നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ബാങ്കിൻ്റെ കേസുകൾ ആ ഇടയ്ക്ക് കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുമായിരുന്നു. അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ശരി, ബാങ്ക് എൻ്റെ അവൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. അല്ലാതെ ഇതേപ്പറ്റി ഈ പള്ളിപ്പുറത്താണെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെ അന്വേഷണം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ശരി, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സ്വത്ത് ഈ വ്യാജരേഖ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് അറിയാവുന്നത് എന്തൊക്കെയാണ്? ഈ വ്യാജരേഖ ആരുടെയാണ്? ഈ സെബാസ്റ്റ്യന്റെ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത് അങ്ങനെയാണല്ലോ. എനിക്ക് സെബാസ്റ്റ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സെബാസ്റ്റ്യനായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തത് കോട്ടയ്ക്കപ്പുറം കാക്കനാട്ടുകാലയിൽ അപ്പച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് കെട്ടിച്ചു കൊടുത്തത്. ആ പുള്ളിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ കൊടുത്ത അന്ന് തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു, അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ പെങ്ങളുടെ കൈ തല്ലി ഓടിച്ചു. ഈ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ കൈ തല്ലി ഓടിച്ചു. ഇവിടെ വന്ന് 3 മാസം മെഡിക്കൽ കോളേജിൽ പോയി അവൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് 3 മാസം ഇവിടെ നിന്നു. ഇത് കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് വീണ്ടും അവൻ കാല് തല്ലി ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ വന്നു 3 മാസം ഇവിടെ റെസ്റ്റ് എടുത്തു. വീണ്ടും ഞാൻ അപ്പോഴൊക്കെ പറയുന്നുണ്ട്, എനിമേ നീ പോകണ്ട, നീ ഇവിടെ നിന്നു ഇതൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ അപ്പച്ചായെന്നും പറഞ്ഞാൽ അവൾ അങ്ങനെ പോയതാണ്. പോയി കഴിഞ്ഞിട്ട് പിന്നെയും ഇതിൻ്റെ അകത്തൊരു ഒരു അനിയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അനിയനും അനിയൻ്റെ വൈഫ് എന്ന് പറഞ്ഞുണ്ട്. അവർക്ക് സ്വത്ത് വേണം എന്നുള്ള എന്നാണോ എനിക്കറിയില്ല. അവരാണ് ഏത് സമയത്തും ഇവളോട് ഇറങ്ങിപ്പോക്കൂ, നീ എന്തിനാ അവിടെ ജീവിക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അവിടെ. അപ്പച്ചനായിട്ട് തല്ലായിരുന്നു. ഒരുപാട് അവൾ പീഡനം അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത പീഡനം കിട്ടിയത്. ശരി.